ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ക്രിസ്മസ് സ്പെഷ്യലിലൂടെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 150 ഗ്രാം, പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ്, മുട്ട 2, ബട്ടർ 100 ഗ്രാം, സ്പൈസ് പൗഡർ 1/2 ടീസ്പൂൺ, കുതിർത്ത ഡ്രൈ ഫ്രൂട്ട്സ് 100 ഗ്രാം, വൈൻ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര കരിച്ചത് 6 ടേബിൾ സ്പൂൺ, വനില എസൻസ് 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര കരിച്ചെടുക്കണം. ഞാൻ അതിനു വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഇപ്പോൾ കുറേശ്ശെ ഒന്ന് മാറുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഉരുകി അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ദൂരെ നിന്ന് വേണം കേട്ടോ ഒഴിക്കാൻ. അത് തിളച്ച് പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് കട്ടി പിടിക്കുകയില്ല. തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോകും. അപ്പോൾ അത് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ശരിയാകും. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൈൻ ഒഴിച്ചു കൊടുക്കാം. വൈനോ ഓറഞ്ച് ജ്യൂസോ ഇല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ വരെ വൈൻ ഉണ്ടാകണം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 2 ദിവസം മുൻപെങ്കിലും ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് സ്പൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കറുവപ്പട്ട, ഒരു ജാതിക്ക, 2 ഗ്രാമ്പൂ, 1 ഏലക്ക, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. കറുവപ്പട്ടയും ജാതിക്കയും നമുക്ക് ഈ മാവിലേക്ക് പൊടിച്ച് ചേർക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയും ഗ്രാമ്പും കൂടെ പൊടിച്ച് ചേർക്കാം കേട്ടോ. ഞാനത് ചേർക്കാറില്ല. ജാതിക്കയുടെയും കറുവപ്പട്ടയും കൂടെ പൊടിച്ചത് 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം നമുക്കിത് എടുത്ത് വെച്ചിട്ട് ബട്ടർ ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസും 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കരിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഒരു പകുതി ഓറഞ്ചിൻ്റെ തോല് കൂടെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മൈദ അളന്നെടുക്കുമ്പോൾ 1 സ്പൂൺ ഉപയോഗിച്ച് വേണം കപ്പിലേക്ക് മൈദ അളന്നെടുക്കാൻ. അതിനുശേഷം അതൊരു കത്തി വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്കിതിലേക്ക് കുറേശ്ശെ മൈദയുടെ മിക്സ്ചറും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പും 2 ടേബിൾ സ്പൂണും മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് 150 ഗ്രാം ഉണ്ടാകും. ഇപ്പം ഞാൻ മൈദ മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട വെള്ളം അടിച്ചത് കുറേശ്ശെ ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം മുട്ടയുടെ വെള്ളമെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കേക്കിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈൻ കൂടി ഒഴിച്ചു കൊടുക്കാം. വൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ ചേർത്താലും മതി കേട്ടോ. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മൈദയിലിട്ടെടുത്ത് അണ്ടിപ്പരിപ്പ് വെച്ച് അലങ്കരിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ വെച്ച് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ 45 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇത് നിങ്ങൾക്ക് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, നിങ്ങൾക്ക് ഈ കേക്കും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് ടിന്നിൽ നിന്നെടുത്ത് പുറത്ത് വയ്ക്കാം. ഞാൻ ആ കേക്ക് ടിന്നിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.